വി.എസ്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. വി.എസ്. നമ്മുടെ ഈ പരീക്ഷാഫലങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ അഡ്മിഷൻ നടപടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരും കൊച്ചു കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഓടി തുടങ്ങുകയായിരിക്കും, ഇനി ഏത് സ്കൂൾ വേണം, ഏത് കോളേജ് വേണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്. നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരോടൊക്കെ എന്താണ് പറയാനുള്ളത് വി.എസ്.? വാർത്തയല്ലേ? അതായത് പല ആളുകളും ഈ ഫുൾ എ പ്ലസ് കിട്ടാത്തതിൻ്റെ ഒരു വലിയ സങ്കടത്തിലായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഫുൾ എ പ്ലസ്സുകൾ മാത്രം ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടാതെ പോയതിൻ്റെ ഒരു സങ്കടം പല കൂട്ടുകാർക്കും പല കൊച്ചു കുട്ടികൾക്കും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ അവരോടൊക്കെ പറയാനുള്ളത്, എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഫുൾ എ പ്ലസ് കിട്ടാത്ത കുട്ടികൾക്കുള്ള സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ. സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം, നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമ്മൾ സമ്മതിക്കുന്നത് വരെ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ലല്ലോ. പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് പരാജയം നമ്മൾ സമ്മതിക്കുമ്പോഴാണ്. നമ്മളൊരിക്കലും ഇപ്പോൾ യേശുദാസിൻ്റെ SSLC ബുക്ക് നോക്കിയിട്ടല്ലല്ലോ യേശുദാസ് ജീനിയസ് ആയത്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ SSLC ബുക്ക് ആരും കണ്ടിട്ടില്ല. അതിലൊന്നും ഫുൾ എ പ്ലസ് അല്ല. ഒരു ബോർഡ് എക്സാം കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ജീനിയസ് അല്ലെങ്കിൽ കഴിവ് എന്ന് പറയുന്നത്. SSLC ബുക്ക് കൊണ്ട് അളക്കപ്പെടുന്ന കഴിവ് അവൻ്റെ മാർക്ക് എന്ന് പറയുന്ന ഓരോ വിഷയങ്ങളിലും ഉള്ളതാണ്. അതല്ലാത്ത എത്രയോ കഴിവുകളുണ്ട്. മാത്രമല്ല ഈ പാട്ട്, ഡാൻസ്, ഇതൊക്കെ സാധാരണ കഴിവുകളായിട്ടൊക്കെ പുകഴ്ത്തപ്പെടാറുള്ളത്. നമ്മൾ ഈ ആലപ്പുഴ ജിങ്കാന സിനിമ കണ്ടിട്ട് മനസ്സിലാവും, ഈ പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഷൽ ആർട്സോ ഇതൊന്നും അറിയാത്ത കുട്ടികളും കഴിവുള്ളവരുണ്ട്. ചിലപ്പോൾ നല്ല സംഘാടകരായ കുട്ടികൾ, കുറേ ആൾക്കൂട്ടത്തിനിടയിൽ അവരെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് നിർത്താൻ പറ്റുന്ന, ആളുകളോടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ചില ആളുകളോടൊക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, ആളുകളുടെ മനസ്സിലെ സങ്കടങ്ങൾ നീക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്. പൊതുവെ കഴിവുകളായി കണക്കാക്കപ്പെടുന്നത് പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ മിമിക്രി ചെയ്യുക, പ്രസംഗിക്കുക, ഇതൊക്കെ കഴിവായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക, സംഘടിപ്പിക്കുക, അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്. ആലപ്പുഴ ജിങ്കാന സിനിമ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കഴിവും A+ കൊണ്ട് അളക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയും ഇങ്ങനെ, കടലിൽ നീന്തുന്ന മത്സ്യത്തിൻ്റെ കഴിവ് അളക്കേണ്ടത് അത് മരത്തിൽ കയറുമോ നോക്കിയിട്ടല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് A+ അല്ല ഒരു കുട്ടിയുടെയും കഴിവിൻ്റെ മാനദണ്ഡം എന്നാണ് എനിക്ക് A+ കിട്ടാത്ത കുട്ടിയോട് പറയാനുള്ളത്. തീർച്ചയായും. അപ്പോൾ കുട്ടികളെല്ലാവരും ഇത് കേൾക്കുന്നവർ, കുട്ടികളൊക്കെ ഈ സമയത്ത് എണീറ്റിട്ടുണ്ടാവുമോ എന്നറിയില്ല, പക്ഷേ ഏതെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റായില്ലേ രാവിലെ തന്നെ നമുക്ക് നിരാശകളെ